ഇപ്പൊ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഞാൻ കുറെ കാലം ഇതിന് വെയിറ്റ് ചെയ്യണത്. നമുക്ക് 23 റിലീസ് ഇരിക്കുന്ന സിനിമയാണ്. ഇപ്പോഴാണ് ഒരു പ്രോപ്പർ ട്രെയിലർ വന്നത്. എന്തായാലും ഒരുപാട് കാലമായി ഞാൻ ഇതിന് വെയിറ്റ് ചെയ്യണത്. സംഭവം നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സൂപ്പർ ഹീറോ മൂവി യൂണിവേഴ്സ് തന്നെ ഇവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ്. ഇവരുടെ മിന്നൽ മുരളി കഴിഞ്ഞിട്ടുള്ള സിനിമയാണ് ഇത്. ചിലപ്പോൾ ഇത് എന്തെങ്കിലും കണക്ഷൻ കാണാൻ ചാൻസ് ഉണ്ട്. അവർ തമ്മിൽ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു, അതൊക്കെ സോൾവ് ആയെന്ന് വിചാരിക്കുന്നു. സ്റ്റോറിയുടെ കേസിൽ, ക്യാരക്ടേഴ്സിന്റെ കേസിലൊക്കെ. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു അതുപോലത്തെ ഒരു വൈബ് സിനിമ ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. രണ്ടു ദിവസം മുമ്പ് ട്രെയിലർ ഇറക്കി വിട്ടിട്ടുണ്ട്. അറിഞ്ഞൂടാ എന്താവുമെന്ന്. കാണാം, ട്രെയിലർ കണ്ടിട്ട് പറയാം. ഇതാണ് പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്വന്തം ഗ്രാമം. ഈ ഗ്രാമം സ്ഥിതി കൊള്ളുന്ന തന്നെ നന്മയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായിട്ടാണ്. അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ നാട്ടുകാരാണ്. അങ്ങനെയല്ല, കുറ്റകൃത്യങ്ങളൊന്നും നടക്കാറില്ല. ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേഷനാണ് ഞങ്ങളുടേത്. പ്ലാച്ചിക്കാവ് എന്നത് ഈ ഭൂമിയിലൊരു സ്വർഗമാണ്. എന്റെ ഈ നാടിനെ തലവരെ മാറുന്ന കേസ് വരില്ല. ആര് കണ്ടു? എന്തോ പഴക്കൊല മിസ്സിംഗ് ആണെന്ന് കേട്ടു. അവസാനായിട്ട് ആടിനെ എവിടെ കണ്ട്? പിന്നെ നമ്മുടെ നാട്ടിലെ തന്നെ ആദ്യത്തെ കൊലപാതക. കാര്യങ്ങൾ വല്ലതും ധാരണയുണ്ടോ? ബോഡിയിൽ ചുറ്റികൊണ്ടോ സമാനമായ എന്തോ കൊണ്ട് കുറച്ച് പാടുകളുണ്ട്, പ്രത്യേകിച്ച് നെറ്റി. എടാ, നിനക്ക് ഈ കിണ്ടിയും കുടം കോളാമ്പിക്ക് എടുക്കാനേ പറ്റുള്ളൂ. ഇതേ കേസ് കൊലപാതക. അതിന് പണി അറിയുന്നവർ വേണം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ട്. അവർ ഈ കേസ് ടേക്ക് ഓവർ ചെയ്യും. സാധാരണ ഈ നാട്ടിൽ എന്ത് കേസ് ഉണ്ടായാലും പോലീസുകാരും നാട്ടുകാർ എന്നെയാ വിളിക്കാറ്. 2 ക്രൈം സീനിലും പ്രോപ്പർ പോലീസ് പ്രൊസീജിയേഴ്സ് ഫോളോ ആയതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ നിന്നതിൽ തെളിവ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്റെ ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രൈം സീനും പെർഫെക്റ്റ് അല്ല. ഈ കേസ് അന്വേഷണം തെളിയിക്കലൊക്കെ നല്ലതാണ്, പക്ഷെ അത് ഞാനിവിടെ ഉള്ളപ്പോ വേണ്ട. സാറും കൊള്ളാം, 5 മിനിറ്റ് കൊണ്ട് കഥ മൊത്തം മാറ്റിയല്ലേ. മോഷണവും താൻ തന്നെ, കണ്ടുപിടുത്തവും താൻ തന്നെ, നീ കൊന്നതും താൻ തന്നെയാണോ? ആരും കൈയടിക്കണ്ട. കൊള്ളാം കേട്ടോ, ഒരു വിഷയം ഡീസന്റ് ട്രെയിലർ. സത്യം ഈ ഒരു സിനിമയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത ട്രെയിലർ ഇത് തന്നെയാണ്. പെർഫെക്റ്റ് ട്രെയിലർ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിലിമും ആ ഒരു മിന്നൽ മുരളിയുടെ സെയിം പാറ്റേണിലായിരിക്കും പോകുന്നത്. ആദ്യം ചെറിയൊരു കോമഡി കാണും, പിന്നെ ഒരു കോമിക്കൽ അപ്രോച്ച് കാണും, പിന്നെ ചിലപ്പം കുറച്ച് ഇമോഷണൽ ഡൗൺഫോൾ കാണും ആ ഒരു ക്യാരക്ടറിന്, പിന്നെ അവസാനം തെളിയിക്കും. ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കണം, കോമിക്കൽ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കണം. ഇതിൽ ഒരു പുതിയൊരു ഫാന്റസി വില്ലേജിലാണ് കഥ പറയുന്നത്, പ്ലാച്ചിക്കാവ്. നേരത്തെ നമ്മുടെ ബേസിലിന്റെ ഫിലിംസിലൊക്കെ പല പല വില്ലേജുകൾ ബേസിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ന് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇതില് പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥലത്താണ്, ഈ ഒരു ഫാന്റസി വില്ലേജിലാണ് കഥ നടക്കുന്നത്. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസ് അവിടുത്തെ ജനിച്ചു വളർന്ന തൊട്ടേ ഡിറ്റക്റ്റീവ് ആണെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അവിടുത്തെ നാട്ടുകാരുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പോയി ചോദിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ, ഡിറ്റക്റ്റീവ് ആവാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ. ആ സ്ഥലത്ത് ആ ഒരു വില്ലേജില് അങ്ങനെ കൊലപാതകമോ നെഗറ്റീവ് സംഭവങ്ങളൊന്നുമില്ല. പോലീസുകാർക്ക് പണിയില്ല, അവർ കോമഡി ക്യാരക്ടേഴ്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു കൊലപാതകം നടക്കുകയാണ്. അതിന്റെ അന്വേഷണത്തിനാണ് ധ്യാൻ ശ്രീനിവാസ് ഇറങ്ങിത്തിരിക്കുന്നു. പുതിയൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നു. അപ്പൊ അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനം കണ്ടുപിടിക്കും. എന്തായാലും ഇതിലും ചാക്കിട്ടുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് നേരത്തെ മൂവീസിലേക്കുള്ള റെഫറൻസസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കണക്ഷൻ അങ്ങ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസന്റ്ലി ഉള്ള മിന്നൽ മുരളിയായിട്ടുള്ള ഒരു വിഷയം ഉണ്ടല്ലോ, അത് തീർന്നില്ലെന്ന് അറിഞ്ഞൂടാ. തീർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണക്ഷൻ കാണിക്കും. എന്തായാലും ട്രെയിലറിൽ എവിടെയും അതിനെപ്പറ്റി പരാമർശിച്ചിട്ടില്ല. മെയ് 23 റിലീസ് ഇരിക്കുന്നത്. മെയ് 20 ട്രെയിലർ ഇറക്കി വിടുന്നത്. ഇപ്പൊ നേരത്തെ പ്രോപ്പറായി ട്രെയിലർ ഒന്നും ഇല്ല, ചെറിയ ഗ്ലിംസും കാര്യങ്ങളും. ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു കേട്ടോ. ചില കോമിക്കൽ സ്റ്റോറീസ് ഒക്കെ ഇവർ ഇറക്കി വിട്ടുണ്ട്. അപ്പൊ തലയിൽ കുറച്ച് മൂളമുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടെ ഇരുന്ന് സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണെന്ന് തോന്നുന്നു. ആ ഒരു ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കൊള്ളാം. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയിൽ കാണുന്ന അതേ ഷോട്ടുകൾ ഒരു കോമിക്കൽ മിസ്റ്റീരിയസ് സൂപ്പർ ഹീറോ ആയിരിക്കും. ഇത് സൂപ്പർ ഹീറോ ആവുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയുണ്ട് കേട്ടോ പുള്ളിക്കാരൻ. ഇതിന് പവർ കിട്ടുമെന്നും മിന്നൽ മുരളിയിലെ പോലെ. എന്തായാലും കൊള്ളാം, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കണ്ടറിയാം. മെയ് 23 തിയേറ്ററിൽ റിലീസ് ആവുന്നുണ്ട്. ഞാൻ എന്തായാലും പോയി കാണും, റിവ്യൂ ഇടുന്നതായിരിക്കും. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് മൊത്തം കമന്റ് ബോക്സിൽ പറഞ്ഞോ. അപ്പോൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് അനൂപ്.